ഫെലിക്സേ, എവിടെ നീ? എവിടാ? എവിടെ തന്നെ ഉണ്ടെന്ന്? നീ മുറ്റത്തിറങ്ങി പോയെന്തിനാ? മഴയൊക്കെ അല്ലയോ? പോച്ച പറിക്കാൻ പോയോ? മനുഷ്യ എന്തി? ചെടി പറിക്കുന്നോ? ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്ന് വൈകിട്ടൊന്നും കഴിക്കാൻ വേണ്ടേ? വേണോ? എന്താ വേണ്ടേ? ഓറിയോ ബിസ്ക്കറ്റോ? ഓറിയോ ബിസ്ക്കറ്റ് വേണോ? കേക്കോ? കേക്കൊന്നും വേണ്ട. മമ്മി ഉണ്ടാക്കി തരുമോ? മമ്മി പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കി തരാൻ. ഞാൻ സ്നാക്സ് ഉണ്ടാക്കി തരാം. ഒരു സ്നാക്സ്, ചോക്ലേറ്റ് വെച്ചിട്ടൊരു സ്നാക്സ് മതിയാ? ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ചെറിയ സ്നാക്സ് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാം. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സ്നാക്സ്, അപ്പോൾ അതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് 3 ഐറ്റം മതി, 3 ഐറ്റം മതി അത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആ റെസിപ്പി ഫുള്ള് കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കുക. നിങ്ങളെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരിക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡയറി മിൽക്ക് നിങ്ങൾക്ക് വലിയ പാക്കറ്റ് വാങ്ങിക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ് വേണ്ടത്, ബ്രെഡ്. പിന്നെ നമുക്കൊരു ഐറ്റം വേണ്ടതാണ് സൺഫ്ലവർ ഓയിൽ. ഈ 3 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഡയറി മിൽക്ക് വേണം, ബ്രെഡ് വേണം, സൺഫ്ലവർ ഓയിൽ വേണം. നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ 2 പീസ് ബ്രെഡാണ് എടുക്കേണ്ടത്. 2 പീസ് ബ്രെഡ് എടുത്ത്, വലിയ ബ്രെഡാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ പീസ് തന്നെ മതി, മടക്കി ചെയ്താലും മതി. എന്നിട്ട് ഇത് ഒരു ഗ്ലാസ്സോ ഇത് കട്ടർ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് മുറിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ്. ബാക്കി വരുന്ന ബ്രെഡ് കളയൊന്നും വേണ്ട, പിന്നീട് എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിങ് എടുക്കണം. ബ്രെഡ് എടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു ഡയറി മിൽക്കിന്റെ ഒരു പീസ്, ചെറിയൊരു പീസ് വെക്കുക. ചെറിയൊരു പീസ് ഇതിലോകത്തോട്ട് വെക്കുക. നിങ്ങൾ ഇഷ്ടമുണ്ടോ? 2 പീസ് വെച്ചാലും കുഴപ്പമില്ല, 1 പീസ് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ 2 പീസ് വെക്കുവാണ്. വച്ചതിന് ശേഷം നമുക്ക് മൈദാമാവ് പശയൊന്നും അല്ല എടുക്കുന്നത്, വെള്ളം തന്നെയാണ്. ഇത് ബ്രെഡ് മാറ്റിയ ശേഷം ഇതിലെ സൈഡ് മൊത്തവും വെള്ളം നനച്ചു കൊടുക്കുക. തൊട്ടിക്കോളും. വെള്ളം നല്ലതായിട്ട് നനച്ചു കൊടുക്കണം. മറ്റേ ബ്രെഡിന്റെയും ആ ഭാഗത്തും ഇതുപോലെ നനച്ചു കൊടുക്കുക. അതിനുശേഷം തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേയുള്ള പരിപാടി ഉണ്ടോ? എല്ലാ സൈഡും ഒട്ടിയിരിപ്പുണ്ട്. ഇപ്പോൾ മാറ്റി വെക്കാം. അതിന് അടുത്തതിലോട്ട് പോകാം. അത് ഇതുപോലെ തന്നെ 2 പീസ് ബ്രെഡ് എടുക്കുക.
അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതേ ഉള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ്. ആദ്യമായിട്ട് തന്നെ ഈ പാൻ ഒന്ന് ചൂടാക്കി കിട്ടണം. അതിനപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കണം. ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ചൂടാവട്ടെ, എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിലോട്ട് നമ്മുടെ ഐറ്റം ചെറുകെ ഇട്ട് കൊടുക്കാം. വാവ്, ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. നമുക്ക് ഒരുപാട് നേരം ഇട്ടുകൂടാ, എണ്ണ എന്തൊക്കെ പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാം. നമ്മുടെ അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്സ് കണ്ടോ? അപ്പോൾ സൂപ്പറാണോ? കണ്ടിട്ട് സൂപ്പറാ ഇല്ലയോ? അപ്പോൾ ഇനി കഴിച്ചു നോക്കട്ടെ. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുക. അപ്പോൾ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുമോ? ഉള്ളത് പറഞ്ഞാൽ മതിയേ. എപ്പോഴും പറഞ്ഞാൽ സൂപ്പറാ അങ്ങനെയൊന്നും പറയണ്ട, ഉള്ളത് പറയാം. സൂപ്പറാണെങ്കിൽ മാത്രം സൂപ്പറാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഡാഡ ഉണ്ടാക്കി തന്ന സ്നാക്സ് ആയത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരെണ്ണം എടുത്തേ. ഇഷ്ടമുള്ളത് എടുത്തോ, ഇഷ്ടമുള്ളത്. അപ്പൂന് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുത്തോ. ഏതാണെങ്കിലും അപ്പിൻ്റെ എടുത്തോ. കഴിച്ച് വേണ്ടേ അതിനകത്തിരിക്കുന്ന മധുരം അപ്പനും ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കേ. ഡാഡയും കഴിച്ചു നോക്കട്ടെ. ഡാഡയും കഴിച്ചു നോക്കാം. ഇതിനകത്ത് സംഭവം ഇരിപ്പുണ്ട്, അത് അപ്പൂന് അറിയത്തില്ല. പക്ഷെ അപ്പു കഴിച്ച് വരുമ്പോഴേ അതിൻ്റെ ഫീൽ വരത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെ ഉണ്ടപ്പോൾ അത്? അടിപൊളിയാണ്. കാര്യം ഇതിനകത്ത് നമ്മളെ ചോക്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് സംഭവം. വാവ്, അപ്പോൾ ഇത് അടിപൊളിയാണോ? ടേസ്റ്റിയാണോ? അപ്പം എല്ലാവരും സംഭവം കണ്ടല്ലോ. 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പാടുമില്ല. ബ്രെഡ് കട്ട് ചെയ്യുക, അതിനകത്ത് ചോക്ലേറ്റ് പീസ് വെക്കുക, നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സ്നാക്സ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ബ്രെഡ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്സാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.